ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു വീണ ദാരുണ അപകടത്തിൽ 100-ലധികം പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിലാണ് അപകടം നടന്നത്. 220 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കണ്ടെത്തിയ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണെന്നാണ് വിവരം. ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. പറന്നുയർന്ന് 20 മിനിറ്റിനുള്ളിൽ വിമാനം തകർന്നു വീഴുകയും തുടർന്ന് തീപിടിക്കുകയും ചെയ്യുകയായിരുന്നു. അല്പനേരത്തിനുള്ളിൽ തന്നെ കറുത്ത പുക മുഴുവൻ പ്രദേശത്തേക്ക് പടർന്നുപോയി. സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 82,000 മണിക്കൂർ വിമാനപ്പറക്കൽ പരിചയമുള്ള സീനിയർ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. തകർന്നു വീഴുന്നതിന് മുമ്പ് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ കോൾ അയച്ചതായി റിപ്പോർട്ടുണ്ട്. യന്ത്ര തകരാർ, കാലാവസ്ഥാ പ്രതിസന്ധി, ഘടനാപരമായ തകരാർ, മെഡിക്കൽ എമർജൻസി തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൈലറ്റ് മെയ്ഡേ കോൾ അയക്കാറുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി, അഹമ്മദാബാദ് ഉൾപ്പെടെ എയർ ഇന്ത്യയുടെ 5 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്.